ഗുഡ് മോർണിംഗ്. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന ഒരു സൂചന അതുതന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് അവസാനിച്ചത്. എസ്പെഷ്യലി നാസ്ഡാക്കിൽ കഴിഞ്ഞ ദിവസവും സെല്ലിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും 0.6% ഡൗൺ ആണ് നാസ്ഡാക്കിൽ രേഖപ്പെടുത്തിയത്. S&P ഓൾമോസ്റ്റ് ഫ്ലാറ്റ് 0.24% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൽ CAC മാത്രമാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചത്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത് ജപ്പാൻ്റെ നിക്കി ഇന്നും ഒരു കറക്ഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 1% അധികം കറക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നും ഓൾമോസ്റ്റ് 0.6% ഡൗൺ ആയിട്ടാണ് നിക്കി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എക്സ്പോർട്ട് ഡാറ്റ വന്നത് എക്സ്പോർട്ട് കുറയുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവിടെ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ആണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ കോസ്പി എന്നാൽ 1% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 25,100 ലെവലിൽ 35 പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടി തുടരുന്നു. അതിൻ്റെ ഒരു സൂചന നൽകുന്നത് നിഫ്റ്റിയിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു നേട്ടം ഉണ്ടാകുമെന്നാണ്. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇന്ത്യ ചൈന ശീതയുദ്ധം അവസാനിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കാരണം അമേരിക്കക്കെതിരെ ഈ ട്രേഡ് താരിഫിനെതിരെ ശക്തമായ ഒരു മുന്നണി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ വിസ അപ്രൂവൽസ് പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചൈനയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം നടക്കുന്ന ഷാങ്ഹായ് സമ്മിറ്റിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും എന്ന വാർത്ത കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറുകൾ അവസാനിക്കുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് സൂചനയാണ്. പക്ഷേ ഇത് എങ്ങനെ ട്രംപിനെ ചൊടിപ്പിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിൽ 18% ഏർപ്പെടുത്തിയിരിക്കുന്ന GST എക്സംഷൻ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ആ സെക്ടറിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,100 ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. 25,000 ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് താഴെ 24,800 മേജർ ഒരു സപ്പോർട്ട് നിൽക്കുന്നത്. ഇന്ന് 25,120 മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. അതോടൊപ്പം തന്നെ ഇന്ന് വീക്കിലി എക്സ്പയറി ആണ്. അതിൻ്റെ ഒരു വോളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാകും. എവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.